അസ്സലാമു അലൈക്കും. എന്തെല്ലാം വിശേഷം? ഇലക്ഷനായിട്ട് ബന്ധപ്പെട്ട് ഒരു ചെറിയ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞത് വിവാദമാക്കണ്ട കേട്ടോ. പേരാമ്പ്ര മണ്ഡലമായതുകൊണ്ട് അറിയാണ്. ചെറിയ കാര്യങ്ങൾ വരെ വിവാദമാക്കുന്നൊരു ഇത് വന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മളെ നാട്ടിൽ. ഇപ്പോൾ നമ്മൾ കണ്ടതാണല്ലോ കഴിഞ്ഞ ഇലക്ഷൻ്റെ സമയത്ത് കാഫിർ സ്ക്രീൻഷോട്ട്, അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ വാഹനത്തിൽ നിന്ന് കേട്ട പ്രചരണ വാഹനത്തിൽ നിന്ന് കേട്ട അനൗൺസ്മെൻറ്റ്. അപ്പോൾ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ എന്നാണ്. അപ്പോൾ അത് വിവാദമാക്കണ്ട. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഒന്നാമത്തെ കാര്യം തന്നെയാണ്, വർഗീയ ധ്രുവീകരണം നടത്തുന്ന ഏത് പാർട്ടിക്കാരനാണെങ്കിലും വർഗീയ ധ്രുവീകരണം നടത്തുന്ന പാർട്ടിക്കാർക്ക് ഒരു കാരണവശാലും കേരളത്തിലെ അല്ലെങ്കിൽ പേരാമ്പ്ര മണ്ഡലത്തിലെ ജനങ്ങൾ വോട്ട് ചെയ്യാൻ പാടില്ല. കേരളത്തിലെ ആരും വോട്ട് ചെയ്യാൻ പാടില്ല. പൊതുവേ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പേരാമ്പ്ര മണ്ഡലത്തിലാണ് മെയിനായിട്ട് ഇത് കാണുന്നത്. വേറെ കേരളത്തിൽ അങ്ങനെ കൂടുതലായിട്ട് ഇത് കാണാറില്ല. ഉത്തരേന്ത്യയിലൊക്കെ കാണുന്ന ഒരു രീതി, രണ്ട് വിഭാഗമാക്കുക, മതങ്ങൾ അടിസ്ഥാനത്തിൽ പേര് നോക്കി വോട്ട് ചെയ്യുക അല്ലെങ്കിൽ മതം നോക്കി വോട്ട് ചെയ്യുക. ഈ ഒരു പ്രവണതയിലേക്ക് കൊണ്ടെത്തിക്കുന്നത് വളരെ അപകടമാണ്. അതുകൊണ്ട് പേരാമ്പ്ര മണ്ഡലത്തിലുള്ള ആളുകൾ തീർച്ചയായിട്ടും അവരത് നോക്കിക്കാണുന്നുണ്ട്. ആളുകൾ ആരാണിതിൽ തെറ്റുകാർ, ആരാണിങ്ങനെ ഒരു വിവാദം ഉണ്ടാക്കുന്നത്, ഒരു വർഗീയ ധ്രുവീകരണമാണോ? ഇപ്പം മതേതര വിശ്വാസികളായിട്ടുള്ള ആളുകൾ ഉറപ്പായിട്ടും അതിനെ തള്ളിക്കളയും, നമുക്ക് ഉറപ്പാണ്. എന്തായാലും അത്തരം കാര്യങ്ങൾക്ക് സപ്പോർട്ട് കൊടുക്കരുത് എന്നാണ് നമുക്ക് പറയാനുള്ളത്. നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്, ഇലക്ഷന് ചർച്ച ചെയ്യേണ്ടത് ഇപ്പോൾ CPM ആണെങ്കിൽ ചർച്ച ചെയ്യേണ്ടത് പേരാമ്പ്ര മണ്ഡലത്തിൽ അവർ ചെയ്ത വികസനങ്ങളാണ്. അപ്പം ഞങ്ങൾ ഇന്നതൊക്കെ ചെയ്തു എന്നുള്ളതാണ്. പ്രതിപക്ഷമാണെങ്കിൽ ചർച്ച ചെയ്യേണ്ടത് ഇന്നതൊന്നും ചെയ്തിട്ടില്ല, നമ്മുടെ മണ്ഡലത്തിൽ വികസനം നടന്നിട്ടില്ല, ഇന്നതൊക്കെയാണ്. ഇതിന് പകരം രൂക്ഷമായ വർഗീയത ഉണ്ടാക്കുക, ആളുകളുടെ ഉള്ളിലേക്ക് വിഷം കുത്തിവെക്കുക. എന്തിന് 5 വർഷം ഒരു MLA സ്ഥാനത്തിരിക്കാൻ വേണ്ടിയിട്ട് ഒരു മണ്ഡലത്തിലുള്ള ഇത്രയും ആളുകളുടെ, ഒരുപാട് ആളുകളുടെ മനസ്സിൽ വർഗീയത ഉണ്ടാക്കുക അല്ലെങ്കിൽ വിഷം കുത്തിവെക്കുന്ന ഈ പ്രവണത നമ്മളെ സമൂഹത്തിന് ഭയങ്കര ദോഷം ചെയ്യും. അതുകൊണ്ട് തീർച്ചയായിട്ടും മറ്റന്നാൾ ഇലക്ഷന് വോട്ട് ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ആലോചിച്ച് ഇത്തരം വർഗീയ ധ്രുവീകരണം ആരാണോ ഉണ്ടാക്കുന്നത് അവരെ നിങ്ങൾ വോട്ടിങ്ങിലൂടെ പരാജയപ്പെടുത്തുകയാണ് ചെയ്യേണ്ടത്. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ.